നമസ്കാരം. മാധ്യമപ്രവർത്തകരുടെ ഈ വേഷവിധാനങ്ങൾ, അതായത് റിപ്പോർട്ടേഴ്സിന് ഒരിക്കലും മേക്കപ്പ് ഇട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ എല്ലാ ചാനലുകളിലെ റിപ്പോർട്ടേഴ്സ് മുഴുവനും മേക്കപ്പ് ഒന്നും ഇടാതെ വെയിലും മഴയും ഒക്കെ കൊണ്ട് തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊന്നും ഒരു കമന്റ്സും വരാറില്ല. എന്നാൽ ന്യൂസ് ഡെസ്കിലിരുന്ന്, ന്യൂസ് ഫ്ലോറിലിരുന്ന് വാർത്തകൾ വായിക്കുന്ന അവതാരകരുടെ മേക്കപ്പും ഡ്രസ്സും എല്ലാം ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന പ്രസന്റ് ചെയ്യുന്ന കണ്ടന്റിനുപരി അവരുടെ വേഷവിധാനങ്ങൾ അതൊരു സെലിബ്രിറ്റി മോഡിലേക്ക് ഈ വാർത്താ അവതാരകർ മാറ്റപ്പെടുകയാണ് എന്നാണ് ഈ അടുത്ത കാലത്തെ പല സംഭവങ്ങളും കാണുമ്പോൾ തോന്നുന്നത്. അതായത് ഇപ്പോൾ ഓൺലൈൻ മീഡിയയിൽ എല്ലാവരും വാർത്ത ചെയ്യുമ്പോൾ അവരെല്ലാം മേക്കപ്പ് ഉപയോഗിക്കുന്നുള്ളതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പല കമന്റുകളും പലപ്പോഴും പല വീഡിയോയുടെ അടിയിലും അവരുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ചും മേക്കപ്പിനെ കുറിച്ചും ഡ്രസ്സിങ്ങിനെ കുറിച്ചും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന ആ വിഷയം എന്താണ് എന്നതല്ലേ ആരും ശ്രദ്ധിക്കുന്നത്. പൊതുവെ പറയാറുണ്ട്, നിറമോ ഭംഗിയുടെ അളവുകോലോ സൗന്ദര്യത്തിന്റെ അളവുകോലുകളോ എന്നും മാധ്യമ പ്രവർത്തകരാകാനുള്ള ഒരു ക്രൈറ്റീരിയ ആയി മാറരുത്. അപ്പൊ ഈ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. എനിക്ക് മാധ്യമപ്രവർത്തകയാകാൻ കഴിയും, വാർത്താ അവതാരകയാകാൻ കഴിയും. ഇത് വളരെ കാലങ്ങളായി തന്നെ ഈ ഒരു മീഡിയ ഫീൽഡ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന ഈ കഴിഞ്ഞ ദിവസം കണ്ട 2 വീഡിയോസ് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പൊ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പൊ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിലും ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പൊ കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മൾ അതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പൊ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. നമ്മൾ എന്താ തീക്കുരുത്തല്ലേ. നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് സാധാരണ ആരംഭിക്കാറുള്ളത് വാർത്താധിഷ്ഠിതമായ അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തിയുള്ള ഏതെങ്കിലും വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ന് വ്യക്തിപരമായ വിഷയത്തിലേക്കാണ്. അതിന് കാരണം ന്യൂസ് 18 പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും തന്നെയാണ്. ന്യൂസ് ട്രെൻഡ്സ് ടെലിവിഷനിലൂടെ കാണുന്നവർ, യൂട്യൂബിലൂടെ കാണുന്നവർ, ന്യൂസ് ട്രെൻഡ്സിന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് എന്നെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ മുഖത്തിന് എന്തുപറ്റി, നിങ്ങളുടെ കഴുത്തിൽ എന്താണ് പാട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം ഒരു പരിചയവുമില്ലാത്ത നിരവധി ആളുകൾ ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. അത്ഭുതപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ടെലിഫോൺ നമ്പർ സമാഹരിച്ച് മൊബൈൽ ഫോണിലെ വാട്സപ്പിൽ ക്ലിപ്പുകൾ അടക്കം ഇതെന്തു പറ്റിയെന്ന് ചോദിച്ചവർ ഉൾപ്പെടെയുണ്ട്. അതെല്ലാം ന്യൂസ് 18 പ്രേക്ഷകർ ആയതുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ അന്വേഷിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. പല സംശയങ്ങളാണ്. ഇത് പൊള്ളിയതാണോ, അപകടം പറ്റിയതാണോ, അസുഖമാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരിൽ ചിലർക്കൊക്കെ ഞാൻ മറുപടി നൽകിയിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒട്ടും സജീവമല്ല. വളരെ കുറച്ച് സമയം മാത്രമാണ് അതിൽ ചെലവഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ തന്നെ മറുപടി നൽകുന്നത്. ഇത് പൊള്ളിയതോ അപകടം പറ്റിയതോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ഒന്നുമല്ല. ഞങ്ങൾ ടെലിവിഷൻ അവതാരകർ സ്ക്രീനിലേക്ക് എത്തുന്നതിന് മുമ്പ് മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, കളർ ടോണിന് അനുസരിച്ചുള്ള. അതിൽ നിന്നുണ്ടായ അലർജിയാണ്. അത് ഭേദപ്പെട്ടു വരികയുമാണ്. ഇത് സൂചിപ്പിക്കാൻ കാരണം പലരും കമന്റുകളിൽ പറയുന്നത് വിഷമിക്കേണ്ടതില്ല, കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്, മാറി നിൽക്കരുത്, ഉടൻ സുഖം പ്രാപിക്കും എന്നൊക്കെയാണ്. അവരോടെല്ലാം സൂചിപ്പിക്കാനുള്ളത് മാധ്യമപ്രവർത്തകരുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്നത് ഒരു വാർത്തയെ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതിൽ ആണ്. ആ വാർത്തയുടെ ആധികാരികതയിൽ ആണ്, ആ വാർത്തയുടെ വാർത്താ ധാരണയിൽ ആണ്. അതിനപ്പുറത്ത് രൂപഭാവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും അതും കാര്യമാണ് എന്ന നിലയിൽ ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ടെലിവിഷൻ ചാനലുകൾ, ന്യൂസ് ചാനലുകൾ ഇന്നുണ്ട്. അതിനെ സോഷ്യൽ മീഡിയകൾ പിന്തുടരുന്ന സാഹചര്യവുമുണ്ട്. ഒരു പക്ഷേ അതിന് പ്രേക്ഷകർ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ന്യൂസ് 18 സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് വാർത്തയുടെ ആധികാരികതയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് ആത്മവിശ്വാസത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നത് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ചുറ്റും നിരവധിയായ ആളുകൾ ഇത്തരത്തിലൊക്കെ പ്രതിസന്ധി നേരിടുന്നവരുണ്ടോ. ഒരു പക്ഷേ ഇത് മാറാത്തൊരവസ്ഥയാണ് എങ്കിൽ പോലും എത്രയോ ആളുകൾ അത്തരത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവർ ശോഭിക്കുന്നുണ്ട്. മാധ്യമരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെയൊന്നും മാറ്റി നിർത്തില്ല. ഒരു പക്ഷേ ചിലരൊക്കെ മാറ്റി നിർത്തിയേക്കാം. പക്ഷേ ചേർത്ത് പിടിക്കുന്ന സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഇതിലൊന്ന് ന്യൂസ് 18-ലെ വളരെ മുതിർന്ന ഒരു വളരെ പ്രഗത്ഭനായ കഴിവുറ്റ ഒരു മാധ്യമ പ്രവർത്തകനായ KP അഭിലാഷാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം നടത്തുന്നതും വളരെ കേട്ടിരിക്കാൻ വളരെ കഴമ്പുള്ള ഒരു വാർത്താ അവതരണ ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ പലരും അദ്ദേഹത്തിന് മേക്കപ്പിന്റെ അലർജി കൊണ്ടുണ്ടായ ചില കളർ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ നോട്ട് ചെയ്ത് പലരും അന്വേഷിച്ചു. ചിലപ്പോൾ അത് ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം പലരും അന്വേഷിച്ചത്. എന്നാൽ പോലും അദ്ദേഹത്തിന് അത് പരസ്യമായി പറയേണ്ടി വന്നു. അത് നിങ്ങൾ അതെനിക്ക് മേക്കപ്പിന്റെ അലർജി കൊണ്ടുണ്ടായതാണ് എന്ന് പറയേണ്ടി വരുന്നു. മറ്റൊന്ന് സുജയ പാർവതി, അതും ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകയാണ്, പ്രഗത്ഭയായ മാധ്യമ പ്രവർത്തകയാണ്. ഏഷ്യാനെറ്റിലായിരിക്കുമ്പോൾ മുതൽ അവരുടെ വാർത്താ അവതരണം എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് റിപ്പോർട്ടറിലായപ്പോൾ ഇപ്പൊ പലരും കമ്പയർ ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടറിലായിരുന്നപ്പോൾ വളരെ നല്ല മേക്കപ്പ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അപ്പോൾ സുജയ പാർവതിക്ക് 10 ലക്ഷം സാലറി ഉണ്ട് എന്നുള്ളത് ഏവരെയും വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതും കൂടെ ചേർത്താണ് 10 ലക്ഷം കൊടുക്കുന്നതുകൊണ്ട് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അവർ തന്നെ ലൈവിൽ പറയുന്നു, എന്താണ് ആരോ കമന്റ് ചെയ്തിരിക്കുന്നു, വെള്ളത്തിൽ വീണ എലിയെ പോലെയാണ് ഇപ്പോൾ കാണാനായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിലാണോ ശ്രദ്ധിക്കേണ്ടത്, അതേ മേക്കപ്പിലാണോ? അപ്പൊ ഇത് ഈ പഠിച്ചിറങ്ങുന്ന പുതിയ പുതിയ കുട്ടികൾക്ക് അവർക്ക് ഈ ഒരു മാധ്യമ പ്രവർത്തകയാകാൻ അല്ലെങ്കിൽ വാർത്താ അവതാരകരാവാനുള്ള ആ ഒരു ആവേശത്തെ, ആ ഒരു ഇഷ്ടത്തെ തല്ലിക്കെടുത്തുന്നതല്ലേ? അതായത് എല്ലാവരും ഇപ്പോൾ ഒരുപോലെ സൗന്ദര്യമുള്ളവരായിരിക്കണമെന്നുണ്ടോ? അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവരുടെ കണ്ണിലാണ്. അപ്പോൾ ഇതിന് ഓരോ ക്രൈറ്റീരിയകൾ നിശ്ചയിക്കുമ്പോൾ അത് പുതിയ പുതിയ കുട്ടികളുടെ ഉള്ളിലെ ആത്മവീര്യം കെടുത്താനേ ഉപകരിക്കുകയുള്ളൂ. റേസിസത്തിനെതിരെയും ഈ ഒരു പാർഷ്യാലിറ്റിക്കെതിരെയും എല്ലാം ഒരുപാട് വാചാലരാകുന്നവരാണ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ. ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈ ഒരു നിറത്തിനും ജാതിക്കും എതിരെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ തോറും അതിനെതിരെ ചർച്ചകൾ നടക്കാറുണ്ട്, അഭിപ്രായ പ്രകടനങ്ങൾ നടക്കാറുണ്ട്. നിറമാണോ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെയും കണ്ണിലെ സൗന്ദര്യത്തിന്റെ അളവ് കോലാണോ ഒരാളുടെ അയാളുടെ കഴിവിനെ നിർണ്ണയിക്കുന്നത് എന്നൊക്കെ രീതിയിൽ ചർച്ചകൾ വളരെയധികം ഉണ്ടാകാറുണ്ട്. പക്ഷെ അപ്പോൾ ആ മേഖലയിൽ തന്നെ ഈ നിറത്തിനെയും സൗന്ദര്യത്തിന്റെ ക്രൈറ്റീരിയകളും എല്ലാം അവരുടെ അവതരണ ശൈലിയെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഖേദകരമാണ്. കാരണം അവർ അവതരിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നറിയുന്നത് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ പറയുകയാണ്. അത് വളരെയധികം ഖേദകരമാണ്. നമ്മൾ എന്ത് വിഷയമാണോ അവതരിപ്പിക്കുന്നത് ആ വിഷയത്തിന്റെ ആശയത്തെ നിങ്ങൾ ഉൾക്കൊള്ളൂ. എന്നിട്ട് അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നത് ആശയപരമായി പ്രതികരിക്കൂ. അല്ലാതെ നിറം, സൗന്ദര്യം, അത് ഇപ്പോ KP അഭിലാഷിന്റെ കാര്യം എടുത്താൽ അദ്ദേഹത്തിന്റെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ കുറച്ച് കളർ ചേഞ്ച് വരുന്നു. ഇതൊക്കെ സ്വാഭാവികമായി എല്ലാവരിലും ഒരുപാട് ആൾക്കാരിൽ കാണുന്ന ഒരു കാര്യം, സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ അലർജി, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ഉപയോഗിക്കുമ്പോഴുള്ള അലർജി, അങ്ങനെ പലതും, അല്ലാതെ അസുഖത്തിന്റെ ഭാഗമായിട്ട് വരും. അതിനെയൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അതിന്റെ പുറകിൽ പോവേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ സുജയ പാർവതിയുടെ വീഡിയോയിൽ തന്നെ അവരുടെ നിറം മങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരി, നോട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല, മേക്കപ്പിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അപ്പോൾ വെള്ളത്തിൽ വീണ എലിയെ പോലെയാണെന്നൊക്കെ ഉപമിക്കുമ്പോൾ അത് വളരെയധികം ദുഃഖകരമായൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ബിഗ് ടിവിയുടെ ഒരു പുതിയ സ്ട്രാറ്റജി ആണോ എന്തോ, കുറച്ച് ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ മേക്കപ്പ് ഇട്ട് വിട്ടതാണോ എന്നും അറിയില്ല. ഞാൻ നേരിട്ട് അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു കളർ ടോൺ അല്ല അവർക്കുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ, ഒരു വാർത്ത അവതരണത്തിന് വേണ്ടി മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അത് ശരിയായില്ല, കൊള്ളില്ല എന്ന് നമ്മൾ റിമൂവ് ചെയ്യണ്ടേ? അപ്പൊ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. അവർ തന്നെയാണ് തലപ്പത്തുള്ളത്, അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് അത് ചിലപ്പോൾ ഇനി അവരുടെ ഒരു PR തന്ത്രം, എല്ലാത്തിലും ഇപ്പോൾ PR ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു റീൽസിന് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്തതാണോ എന്നും സംശയമില്ലാതില്ല. പക്ഷെ പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, എന്ത് വിഷയത്തെക്കുറിച്ചാണോ പറയുന്നത് ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ വിഷയാധിഷ്ഠിതമായി ആശയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ നിറത്തെക്കുറിച്ചും മേക്കപ്പിനെ കുറിച്ചും പലരും ഈ കുരങ്ങനെ പോലെ ഇരിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോയുടെ താഴെ വന്ന് ഇത് എവിടെ നിന്ന് വന്നു ഈ മറുത, ഈ രീതിയിൽ എന്തിനാണ് ആ രീതിയിലൊക്കെ അതിനെ ശ്രദ്ധിക്കുന്നത്? ആ വ്യക്തി ആരോ ആയിക്കൊള്ളട്ടെ, പറയുമ്പോൾ ആ പറയുന്നതിനെ കൃത്യമായി നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയുക. ആ വിഷയത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ കേന്ദ്രീകരിക്കുക. കാരണം അവർ പറയുന്ന കണ്ടന്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അവരുടെ നിറത്തിനോ സൗന്ദര്യത്തിനോ ഒന്നുമല്ല. അവരെന്താണോ പറയുന്നത് അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക.